ഗ്ലോബലി അംഗീകൃത സർവകലാശാലയാണ് ടിസ്, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ്. അവിടെ പഠിക്കുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും വലിയ മോഹമാണ്. ടിസിന്റെ വിവിധ കോഴ്സുകൾ ഇനി മർക്കസ് നോളജ് സിറ്റിയിലെ HTIയിൽ പഠിക്കാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. HTIയുടെ ടിസിന്റെ ഔദ്യോഗിക ഇൻഡസ്ട്രിയൽ പാർട്ണറായിക്കൊണ്ടുള്ള അംഗീകാരം നേടിയിരിക്കുകയാണ്. ഈ സവിശേഷ സാഹചര്യത്തിൽ ഏതൊക്കെ കോഴ്സാണ്, എന്തൊക്കെയാണ് മർക്കസ് നോളജ് സിറ്റിയിലെ ടിസ് ഒഫീഷ്യൽ ക്യാമ്പസിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ച് HTIയുടെ CEO മുഹമ്മദ് നാസിം സാറിനോട് തന്നെ നമുക്ക് ചോദിക്കാം. വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ്. ടിസിന്റെ ഒഫീഷ്യൽ ഇൻഡസ്ട്രിയൽ പാർട്ണറായിക്കൊണ്ട് മർക്കസ് നോളജ് സിറ്റിയിലെ HTI എന്ന താങ്കളുടെ സ്ഥാപനം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സന്തോഷം അറിയിക്കുന്നു. ഏതായാലും ഇത് വിദ്യാഭ്യാസ മേഖലയിൽ ഏത് തരത്തിൽ എങ്ങനെയൊക്കെ ഇത് സ്വാധീനം ചെലുത്തുമെന്നാണ് അഭിപ്രായപ്പെടുന്നത്? HTI എന്നുള്ളത് മർക്കസ് നോളജ് സിറ്റിയിലെ ടെക്നോളജി പ്രൊഡക്ഷൻ കമ്പനിയാണ്. പല പ്രൊഡക്റ്റുകളും ഇവിടുന്ന് നിർമ്മിക്കുന്നു, പുറ രാജ്യങ്ങളിലേക്കും നമ്മുടെ രാജ്യങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ള വിശാലമായ ഒരു സ്വപ്നത്തിൻ്റെ പിന്നിലോടുന്ന ഒരു കമ്പനിയാണ്, ടെക്നോളജി കമ്പനിയാണ് HTI. ഈ HTIയിൽ ഈ ഒരു ഇൻഡസ്ട്രിയെ റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു ട്രെയിനിങ്, ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ട്രെയിനിങ് നമ്മളൊക്കെ പഠിക്കാറുണ്ട്, ഡിഗ്രി പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു ക്യാമ്പസ്, ഒരു സ്കൂൾ അറ്റ്മോസ്ഫിയറാണ്. പക്ഷേ തീർത്തും വ്യത്യസ്തമായി ടാറ്റയുടെ ഒരു കോൺസെപ്റ്റാണ്, ഒരു വലിയൊരു കോൺസെപ്റ്റ് തന്നെയാണ് ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് ഡിഗ്രിയും മറ്റു ഡിപ്ലോമകളും നേടുക എന്നുള്ളത്. ഇപ്പോൾ ഏതൊക്കെ കോഴ്സാണ് ഇവിടെ അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്? ബാച്ചലർ ഇൻ റിന്യൂവബിൾ എനർജി ടെക്നോളജി, ബാച്ചലർ ഇൻ ഇലക്ട്രോണിക് സർവീസ് മാനുഫാക്ചറിംഗ് തുടങ്ങിയ 2 ഡിഗ്രി ഡിപ്ലോമ പ്രോഗ്രാമുകളാണ് ടാറ്റ HTIയിൽ നടത്താൻ നമുക്ക് അംഗീകാരം നൽകിയിരുന്നത്. അപ്പോൾ നിലവിൽ ഏത് സ്ട്രീമിലും, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ സയൻസ്, ഏത് സ്ട്രീമിലും +2 പഠിച്ച വിദ്യാർത്ഥിക്ക് ഇത് സാധ്യമാവും? എങ്ങനെയാണ് ക്വാളിഫിക്കേഷൻ? തീർച്ചയായും +2 കഴിഞ്ഞ കുട്ടികൾക്കും ITI കഴിഞ്ഞ കുട്ടികൾക്കും. പക്ഷേ ബാച്ചലർ ഇൻ റിന്യൂവബിൾ എനർജി എന്നുള്ള ഇൻ്റർനാഷണലി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഈ കോഴ്സ് സയൻസും കൊമേഴ്സും കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമായിട്ടാണ് ടാറ്റ റിസർവ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ITI കഴിഞ്ഞ കുട്ടികൾക്കും ഈ ഒരു ഡിപ്ലോമ ഡിഗ്രി പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. ഈ കുട്ടികളെല്ലാം പലപ്പോഴും ചോദിക്കുന്നതാണ്, ഈ ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞാൽ തുടർ പഠനത്തിനുള്ള സാധ്യതകൾ എത്രത്തോളം, ഏതൊക്കെ കോഴ്സ് ചെയ്യാൻ പറ്റും? നമ്മൾ സാധാ ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രി കഴിഞ്ഞ് ഏതൊക്കെ കോഴ്സിന് പോകാം, ആ എല്ലാ കോഴ്സിനും ഇതിന് പോകാം. ദാറ്റ് മീൻസ് മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യാം. അവർക്ക് ടാറ്റയുടെ ക്യാമ്പസോ അല്ലെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് നേടിക്കൊണ്ട് മറ്റുള്ള യൂണിവേഴ്സിറ്റിൻ്റെ ക്യാമ്പസിലൊക്കെ പോകാൻ പറ്റുന്നതാണ്. തുടർ പഠനം എന്നതിലപ്പുറം ഇപ്പോൾ കുട്ടികളെല്ലാം തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള പഠനമാണ് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ മുൻപേ പറഞ്ഞ പോലെ HTI എന്നുള്ളത് ഇൻഡസ്ട്രിയാണ്. ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തുടർ പഠനത്തിലും തുടർ ജോലി സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് പഠിക്കുക എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് ആണ് അവർ നേടിയെടുക്കുന്നത്. അക്കാദമിക് ബെനിഫിറ്റ്സിന് പുറമെ ഇൻഡസ്ട്രിയൽ ബെനിഫിറ്റ്സ് കൂടി കൊളാബ് ചെയ്തുകൊണ്ടുള്ള ബ്ലെൻഡഡ് വർക്ക് ഇൻ്റഗ്രേറ്റഡ് ലേണിംഗ് മോഡലാണ് ടാറ്റ വിഭാവനം ചെയ്യുന്നത്. പല രാജ്യങ്ങളിലും, ഓസ്ട്രേലിയ, ഫിൻലാൻഡ്, ഫിലിപ്പൈൻസ് പോലെ രാജ്യങ്ങളിലൊക്കെ ഈ വർക്ക് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട്. ചില കുട്ടികളൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോലെ അവർക്ക് എത്രത്തോളം ഉപകാരപ്പെടും? ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി ടാറ്റയുടെ ഒരു സർട്ടിഫിക്കറ്റ് ലഭിക്കും. സെക്കൻഡ് ഇയർ, അതായത് 4 സെമസ്റ്റർ കഴിയുന്നതോടുകൂടി ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുന്നതാണ്. ആ സമയത്ത് അവർക്ക് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം, പിന്നീട് മറ്റൊരു സമയത്ത് എൻട്രി ചെയ്യാം. ഇനി 3 ഇയേഴ്സും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ബാച്ചലർ ഡിഗ്രി. സോ 3 ഇയർ കംപ്ലീറ്റ് ചെയ്തൊരു കുട്ടിക്ക് ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ്, സെക്കൻഡ് ഇയർ ഡിപ്ലോമ, തേർഡ് ഇയർ ബാച്ചലർ ഡിഗ്രി എന്നീ 3 ഡിഗ്രി 3 സർട്ടിഫിക്കറ്റും അവർക്ക് ഉണ്ടാകും. അതോടൊപ്പം നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അവർക്ക് നേടാവുന്നതാണ്. ഓക്കെ. പഠനാനന്തരം IV ഇൻഡസ്ട്രിയൽ വിസിറ്റ് എന്നുള്ളത് വലിയൊരു പ്രധാന ആകർഷണീയ ഘടകമാണ്. നിങ്ങളെ ഒരുക്കുന്നത് എങ്ങനെയൊക്കെയാണ്? നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ വിസിറ്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത്. മലേഷ്യ, ചൈന, ദുബായ് പോലെയുള്ള രാജ്യങ്ങളിലേക്ക് ഇൻഡസ്ട്രി എക്സ്പേർട്സിൻ്റെ കൂടെ ഇൻഡസ്ട്രി വിസിറ്റ് ചെയ്തുകൊണ്ട് അവിടുത്തെ സാധ്യതകൾ പഠിക്കുക എന്നുള്ളത് വലിയൊരു കോൺസെപ്റ്റായിട്ടാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം നാഷണൽ ലെവലിലുള്ള ധാരാളം ഡൽഹി, കോയമ്പത്തൂർ പോലെ മാനുഫാക്ചറിങ് സിറ്റീസിലേക്കൊക്കെയുള്ള അവരുടെ ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡ്സ് ഓൺ ദ സ്റ്റുഡൻസ്. അവർക്ക് പല മേഖലകളും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഈ കോഴ്സ് ടെക്നിക്കലി മാത്രം എന്നുള്ളതല്ല, അതോടൊപ്പം സോഫ്റ്റ് സ്കില്ല്, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഓൺട്രപ്രണർഷിപ്പ്, വെൽനെസ്, പേഴ്സണാലിറ്റി ഗ്രൂമിങ്, എങ്ങനെ ഡ്രസ്സ് ചെയ്യാം, എങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഈ ഒരു ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ കോഴ്സിൽ ഓൾറെഡി സിലബസിൽ ടാറ്റ ചെയ്യുന്നുണ്ട്. ടാറ്റയുടെ ടെക്സ്റ്റ് ബുക്സ് ആണ്, ടാറ്റയുടെ സ്റ്റാഫാണ്, ടാറ്റയുടെ എക്സാം ആണ്. എക്സാം ഇവിടെ തന്നെ ടാറ്റയാണ് നടത്തുക. സോ കംപ്ലീറ്റ്ലി കൺട്രോൾഡ് ബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ. ടാറ്റയുടെയും ടിസിൻ്റെ ID കാർഡ് ആയിരിക്കും. അത് ഉപയോഗിച്ച് അവർക്ക് ബോംബെ ക്യാമ്പസിലേക്ക് പോകാം. ബോംബെ ക്യാമ്പസിലാണ് അവരുടെ കോൺവെക്കേഷൻ നടക്കാൻ സാധ്യതയുള്ളത്. അതുപോലെ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട് കുട്ടികളെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ് UGC പോലുള്ള അതുപോലെ അംഗീകാരങ്ങൾ. ഏതൊക്കെ അംഗീകാരങ്ങൾ നമ്മുടെ
HTAയിൽ അതുപോലെ ഈ കോഴ്സിന് ലഭ്യമാണ്? ടിസ്സിൻ്റെ കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ രണ്ട് കോഴ്സിനും NAC A+ അക്രഡിറ്റഡ് ആണ്, UGC അപ്രൂവ്ഡ് ആണ്, NIRF NSQF എല്ലാ ക്വാളിറ്റി മെഷേഴ്സും അപ്രൂവ് ചെയ്ത ടിസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൻ്റെ സ്കൂൾ ഓഫ് സ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു വിഷയത്തിൽ അത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. റിന്യൂവബിൾ എനർജി അതുപോലെ തന്നെ ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് ഇതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ. ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു ഫീൽഡാണ്. വേൾഡ് എക്കണോമിക് ഫോറം 2030 ഏറ്റവും ജോലി സാധ്യതയുള്ള 15ഓളം മേഖലയെ ലിസ്റ്റ് ചെയ്തപ്പോൾ അതിൽ റിന്യൂവബിൾ എനർജി ഒരു പ്രധാന വിഷയമായിട്ടുണ്ട്. സോ 2030 ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ള ഒരു ഫീൽഡാണ് റിന്യൂവബിൾ എനർജി. ഒബിയസ്ലി ഓട്ടോമേഷൻ അല്ലെങ്കിൽ AI റൂൾ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോണിക്സിന് അതിൻ്റെതായ പ്രാധാന്യങ്ങളുണ്ട്. സോ ഇലക്ട്രോണിക്സും റിന്യൂവബിൾ എനർജി ഇത് രണ്ടും നെക്സ്റ്റ് ഇയേഴ്സിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ്. സൗത്ത് ഇന്ത്യയിൽ ടാറ്റയുടെ റിന്യൂവബിൾ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഏക സ്ഥാപനം നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലെ ഹോഗർ എന്നുള്ളത് ഞങ്ങൾക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുമെന്നുള്ളതാണ്. ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് പോലും കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട് ഈ ഒരു കോഴ്സ്. ഈ കുട്ടികൾക്ക് താമസിക്കാനുള്ള ഹോസ്റ്റൽ സൗകര്യങ്ങളും ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ അനുബന്ധമായി എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. HTA ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഹോസ്റ്റൽ സംവിധാനങ്ങളും മറ്റു അനുബന്ധ കാര്യങ്ങളൊക്കെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഏതായാലും മുംബൈയിൽ പോയി പഠിക്കുക, ടിസിൻ്റെ ക്യാമ്പസിൽ പോയി പഠിക്കുക എന്നൊക്കെ ആഗ്രഹമുള്ള ഒരുപാട് കുട്ടികളുണ്ട്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് പോലുള്ള മേഖലയിൽ, അതുപോലെ റിന്യൂവബിൾ എനർജി പോലുള്ള മേഖലയിൽ. ഇതെല്ലാമുള്ള വലിയൊരു സാധ്യതയാണ് ഇവിടെ കേരളത്തിൽ കോഴിക്കോട്ട് മർക്കസ് നോളജ് സിറ്റിയിൽ തന്നെ ഒരുങ്ങുന്നത്.